പുട്ട് ഇതുപോലെ ഉണ്ടാക്കിയാൽ നമുക്ക് കറിയുടെ ഒന്നും ആവശ്യമില്ല. നല്ല ടേസ്റ്റിയും സോഫ്റ്റുമായിട്ടുള്ള പുട്ട് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിനായി ഒരു ബൗളിലേക്ക് 1 കപ്പ് പുട്ടുപൊടി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇനി ആദ്യം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് പുട്ടുപൊടിക്ക് 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊരു 10 മിനിറ്റ് ഇതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ നന്നായിട്ട് ഇനി പുട്ടുപൊടിയെല്ലാം നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ആ സമയം കൊണ്ട് നമുക്ക് അതിലേക്കുള്ള ഒരു മസാല തയ്യാറാക്കിയെടുക്കാം. അതിനായി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചൂടായി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്കതിലേക്ക് 1 സവാള ഒന്ന് സ്ലൈസ് ചെയ്തെടുത്തിട്ടുള്ളതാണ്, അത് ചേർത്ത് നന്നായിട്ട് ഇനി ഒന്ന് വഴറ്റിയിട്ട് എടുക്കാം. ഇതുപോലെ കളറെല്ലാം ഒന്ന് ചേഞ്ച് ആയി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി അതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം 1-2 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഒരുപാടിട്ടങ്ങ് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് 1-2 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാകും. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. പുട്ടുപൊടി നനച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. നല്ല സോഫ്റ്റായിട്ട് ഇനി കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. മസാലയും കൂടെ ചേർത്തതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇതിവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് പുട്ടൊന്ന് തയ്യാറാക്കി എടുക്കാം. അതിനായി പുട്ടുകുറ്റിയിലേക്ക് ചില്ലിട്ടതിന് ശേഷം ആദ്യം നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് പുട്ടുപൊടി ഇട്ട് കൊടുക്കാം. പുട്ടുപൊടി ചേർത്തതിന് ശേഷം വീണ്ടും നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. വീണ്ടും നമുക്കിതുപോലെ പുട്ടുപൊടി നിറച്ച് കൊടുക്കാം. ലാസ്റ്റ് വീണ്ടും ഇതുപോലെ മുകളിലായിട്ട് തേങ്ങ വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് വേവിച്ചിട്ട് എടുക്കാം. അതിനായി പുട്ടുക്കലത്തിലേക്ക് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഈ കുറ്റി അതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചിട്ടെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ഇനി 5 മിനിറ്റ് ആയപ്പോൾ ആവിയെല്ലാം വന്നിട്ടുണ്ട്. ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. നമുക്കിനി ബാക്കിയുള്ള പുട്ടും ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. നല്ല ടേസ്റ്റിയും സോഫ്റ്റുമായിട്ടുള്ള ഉള്ളിപ്പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് സബ്സ്ക്രൈബ്